ഹായ് ഓൾ എല്ലാ മ്യൂസിക് ലവേഴ്സിനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആപ്പ് ഉണ്ട് സ്പോട്ടിഫൈ 2006 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്വീഡിഷ് കമ്പനിയാണ്. വാട്ട് ഇസ് ദ കറന്റ് സബ്സ്ക്രൈബേഴ്സ്? ഓൾമോസ്റ്റ് 200 മില്യൺ. യൂസേഴ്സ് എത്ര ഉണ്ട്? 600 മില്യൺ യൂസേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. 2023 ആകുമ്പോഴും അവരെ ഫിനാൻഷ്യൽ ലോസിലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ആദ്യമായിട്ട് ആക്ച്വലി ഫ്രീ മ്യൂസിക് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫ്രീ മ്യൂസിക് എന്ന രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫാക്ട് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ യൂസേഴ്സിനും ഒരു ഡിജിറ്റൽ എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ട്രാക്ക് എക്സ്പീരിയൻസും ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ഫസ്റ്റ് കമ്പനി വാർ ഇൻവെസ്റ്റഡ് സിഗ്നിഫിക്കൻറ്റ് മണി ഇൻ ആക്ച്വലി AI ആൻഡ് ML. പക്ഷേ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് ഒരു ടേൺ അറൗണ്ട് സ്ട്രാറ്റജി മാറി പുതിയൊരു സ്ട്രാറ്റജി ആയിട്ട് വന്നിട്ടുണ്ട്. പ്രീമിയം യൂസേഴ്സിനോട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, അതേ ഫെസിലിറ്റി ആർക്ക് കിട്ടില്ല? നോർമൽ യൂസേഴ്സിന് കിട്ടില്ല. അത് പബ്ലിക് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ആ കമ്പനി സിറ്റുവേഷൻ അത്ര മോശമാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. താങ്ക് യു. സ്റ്റേ ട്യൂൺ. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.